കോഴിക്കോട് പേരാമ്പ്രയിൽ കനത്ത മഴയും കാറ്റും. ബൈപ്പാസിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. വീടിന് മുകളിലും മരം വീണു. പ്രദേശത്ത് വ്യാപക കൃഷിനാശമാണ്. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, വലിയൊരു മരമാണ് കടപുഴകി കിടക്കുന്നത്, അതും വാഹനങ്ങൾക്ക് മുകളിലേക്കാണ്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മേഖലയിൽ ആകെ മഴയാണോ? മധു, കഴിഞ്ഞ കുറച്ച് ദിവസം ആയിട്ട് കോഴിക്കോട് ജില്ലയിൽ വേനൽ മഴയുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പേരാമ്പ്ര മേഖലയിൽ കനത്ത കാറ്റും മഴയും വന്നിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് അത് ചുഴലിക്കാറ്റാണ്, മിന്നൽ ചുഴലിയാണെന്ന് പറയുന്നുണ്ട്. കാരണം 100 കണക്കിന് മരങ്ങളാണ് കടപുഴകി വീണിരിക്കുന്നത്. അത് മാത്രമല്ല, ഏക്കർ കണക്കിന് കൃഷി നശിച്ചെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. കുലച്ച വാഴകളും ഒപ്പം തന്നെ തെങ്ങുകളൊക്കെ തന്നെ കൂട്ടത്തോടെ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പേരാമ്പ്ര ബൈപ്പാസിലാണ് കൂറ്റൻ മരം കടപുഴകി വീണിരിക്കുന്നത്. 2 കാറുകൾക്ക് മുകളിലേക്കാണ് ഈ മരം വീണത്. പക്ഷേ ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന മരം മുറിച്ചു മാറ്റുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നിരവധി വൈദ്യുതി തൂണുകൾ ഈ കനത്ത കാറ്റിലും മഴയിലും തകർന്നിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തൂണുകൾ തകർന്ന വൈദ്യുതി ബന്ധം ഈ പ്രദേശത്ത് താറുമാറായിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലുള്ള റോഡുകളൊക്കെ തന്നെ മരങ്ങൾ വീണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്. മാധു, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ മരം തന്നെയാണ് കടപുഴകി വീണിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ബൈപ്പാസിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. ആളുകൾക്ക് പരിക്കില്ല എന്നതാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം.